ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ഹോൾ വീഡിയോയുമായിട്ടാണ്. ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോർഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഡ്യൂക്കേഷണൽ ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരുടെ ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് എഡ്യൂക്കേഷണൽ ടോയ്സ് വാങ്ങി. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കാരണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അവനൊരു ഫ്ലാഷ് കാർഡ് നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അവൻ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് അമ്മമാർ ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, ശരിക്കും യൂസ്ഫുൾ ആണോ എന്നൊക്കെ കാര്യം. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് കരുതി എങ്ങനത്തെ ടോയ്സ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഏതായാലും കൂടുതൽ ഞാൻ വാങ്ങിയ കാര്യങ്ങൾ കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളും വാങ്ങുമ്പോഴല്ലോ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈമിങ് കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ സമയം കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോയ്സും കാര്യങ്ങളും ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയി എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പ്ലേ മാറ്റാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തുകൊണ്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് ഉള്ളത്, ഞാൻ മുകളിലത്തെ ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ താഴോട്ട് പോയി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ജോർഡിനുണ്ട് കടൽ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് അവനവിടെ നിന്ന് കളിക്കുക, ജോൻ്റെ കൂടെ നിന്ന് കളിക്കുക. അപ്പം അവൻ്റെ ഒരു കോൺസെൻട്രേഷൻ കളയണ്ടല്ലോ, എൻ്റെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത്. ഇതൊരു പ്ലേ മാറ്റാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഞാൻ വെച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുപ്പം കാര്യമുള്ള പ്ലേ മാറ്റാണ്. അതിൽ ABCD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വളരെ കളർഫുള്ളാണ്. അതിൻ്റെ ബാക്കിൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 331 രൂപയായിരുന്നു അതിന് തോന്നുന്നു. മീഷോ എന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അത് കളിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഹോളിലൊക്കെ ഇത് കളിക്കാൻ നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ലെറ്റേഴ്സ് കാണുമ്പോൾ ഇത് എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വരും. പിക്ചേഴ്സ് കാണുമ്പോൾ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ പോട്ടി ട്രെയിനിങ് ട്രെയിൻഡാണ്, അവൻ പോട്ടി ട്രെയിൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം പകൽ സമയത്തൊക്കെ കിടന്നുറങ്ങാൻ നേരത്തെ ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറില്ല, രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ബെഡിലോട്ട് യൂറിൻ ഇറങ്ങാതിരിക്കാൻ ഡ്രൈ ഷീറ്റിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു മാറ്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് ബെഡിൻ്റെ പുറത്ത് വിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂറിൻ ഇപ്പം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനകത്തോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു യൂസിനും കൂടെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എന്തായാലും സംഭവം വളരെ നല്ലതാണ്. ഇത് ജോർഡിൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് ഇത് കൂടെ ഒരു മാറ്റം അങ്ങ് അബുദാബിയിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്ന് കുറച്ചിങ്ങനെ പൊളിഞ്ഞ് വരും. സ്പഞ്ച് പോലത്തെ സംഭവമാണ്, കുറച്ചിങ്ങനെ പൊളിഞ്ഞ് വരും. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് നിൽക്കും. കുറച്ച് അവിടെ ഇവിടെ പൊളിഞ്ഞു എന്നുള്ളൂ, ഇപ്പോഴും ആ മാറ്റം അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിത് സാധനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല സാധനമാണ്. നമ്മൾ കുറച്ച് സൂക്ഷിക്കുക. ഇങ്ങനെയും ഷാർപ്പായിട്ടുള്ള തിങ്സ് വെച്ചേക്കുന്ന അവിടെ ഉരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ മതി. നല്ല സാധനമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫ്ലാഷ് കാർഡ്. ഓക്കെ, ഈ ഒരു ഫ്ലാഷ് കാർഡ് ഞാൻ എനിക്ക് തോന്നുന്നു 121 130 അങ്ങനെ എന്തോ റേറ്റ് എങ്ങാണ്ടായിരുന്നു തോന്നി. ഈ ഒരു ഫ്ലാഷ് കാർഡിന് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓരോ പിക്ചേഴ്സാണ്. കുഞ്ഞുങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ പഠിക്കാൻ പാകത്തിന് ഇതിനകത്ത് ഓരോ ഇമേജസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്യാറ്റിന് ക്യാറ്റ്, അതുപോലെ മാംഗോയ്ക്ക് മാംഗോ, ലെറ്റേഴ്സ് പഠിക്കാനാണെങ്കിൽ ബാക്കിൽ അതിൻ്റെ തിങ് ഉണ്ടാവും, സൈലോഫോൺ ഉണ്ടാവും, ലെറ്റർ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതിനകത്ത് നമ്പേഴ്സ് പഠിക്കാനും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് പഠിക്കാനുള്ളത് കിട്ടും, അതുപോലെ നമ്പർ പഠിക്കാനുള്ളത് കിട്ടും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എനിക്കിത് വളരെ ഉപകാരപ്പെടും. കാരണം ജോർഡിന് ഈ ഒരു സംഭവം കൊണ്ട് ഇത് കണ്ടോ, നമ്പേഴ്സിന് ഞാൻ തപ്പുപോയത്. നമ്പേഴ്സിൻ്റെ കണ്ടോ 10 എന്ന് എഴുതിയിട്ട് 10 ബലൂൺസ് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പം ജോർഡിനെ സംബന്ധിച്ച് അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മാംഗോ, ടൈഗർ, ഫിഷ്, ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഫ്ലാഷ് കാർഡിൽ നിന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് ഇതാണ്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവൻ എൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇതിങ്ങനെ ചോദിക്കും, എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കൂടുതൽ അതും ചെയ്യും. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ TV എന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ അതൊക്കെ ഇപ്പം നിന്നു. ഇപ്പം വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഞാൻ തീരെ ഒഴിവാക്കാൻ മേലാത്ത സിറ്റുവേഷൻ മാത്രമേ ഇപ്പോൾ ഞാൻ TV വെച്ച് കൊടുക്കാറുള്ളൂ. അതും കാർട്ടൂൺ ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷനായിട്ട് കാർട്ടൂൺസ് മാത്രമേ ഞാൻ വെച്ച് കൊടുക്കാറുള്ളൂ. ബാക്കി സമയത്തൊക്കെ ഞങ്ങൾ ഈ ഒരു ടോയ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ കളികളും കാര്യങ്ങളും. പിന്നെ ബോളൊക്കെ ഉണ്ട്, അതിൻ്റെ പുറത്താണ് ഒക്കെ കളിക്കുന്നത്. ഈ ഒരു ഫ്ലാഷ് കാർഡ് നല്ലതാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോ. ഇത് നല്ല യൂസ്ഫുൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മാക്സിമം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫ്ലാഷ് കാർഡ് നോക്കിയിട്ട് കേട്ടോ.
അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോർഡ് ബുക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വെജിറ്റബിൾസിൻ്റെ ബുക്കാണ്. ഇതിൻ്റെ റേറ്റ് 65 രൂപയാണ് ഞാനത് വാങ്ങിയപ്പം. ഇതിനകത്ത് പല വെജിറ്റബിൾസ് ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി. പെട്ടെന്ന് കീറി പോകത്തൊന്നുമില്ല ബോർഡ് ബുക്ക് ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ വെഹിക്കിളിൻ്റെ ഉണ്ട്, കളേഴ്സിൻ്റെ ഉണ്ട്, ആനിമൽസിൻ്റെ ഉണ്ട്, അത് ഷേപ്സിൻ്റെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പും ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ബോർഡ് ബുക്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളും കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്നത് നല്ലതാണ്. ജോർഡിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴും അതുകൊണ്ടാണ് നടക്കുന്നത്. അതിനകത്ത് മാംഗോ, ബനാന, ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കൂടെ നമ്മൾ തന്നെ കാണിച്ചു നടക്കും. ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കയ്യിൽ നിന്നൊക്കെ താഴെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാടി പോകുമല്ലോ. ഇതെന്ന് പറയുമ്പോൾ ഒരു ബുക്കായിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളും. നല്ല കട്ടിയുള്ള ബുക്കുമാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങാവുന്നേ. ഇത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഒരു എഡ്യൂക്കേഷണൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാഷ് കാർഡും ഈ ഒരു ബോർഡ് ബുക്കൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ ആക്ച്വലി വാങ്ങിയതെന്ന് വെച്ചാൽ അവനെ കളർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവന് കളർ പഠിപ്പിക്കാനടുത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഈ ഒരു കോല് പോലെ ഇരുന്നിട്ട് അതിലിങ്ങനെ റിംഗ് ടൈപ്പിലുള്ള പല കളേഴ്സിൽ പോകുന്നില്ല. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ആ ഒരു സംഭവം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് ജോഡ് തന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടത് മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ കളർ പഠിച്ചോട്ടെ എന്നോർത്ത് വാങ്ങിയതാണ്. ഈ പിക്ചറിൽ കണ്ട പോലെ ആയിരുന്നു അത് ആരും ഞാൻ കണ്ട് വാങ്ങിയത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം കളർ പ്രോപ്പർ അതല്ല. ഓറഞ്ച് എന്ന് പറയുമ്പം കുറച്ച് ഡാർക്ക് ഓറഞ്ച് ആണോ അതോ ഒരു ലൈറ്റ് ഓറഞ്ച് ആണോ എന്നൊക്കെ ഒരു സംശയമാണ്. റെഡ് എന്ന് പറയുമ്പോൾ ഇതൊരു മെറൂൺ അല്ലേ, നിങ്ങൾക്ക് ക്യാമറയിൽ ചിലപ്പോൾ റെഡായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇതൊരു മെറൂണാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഞാൻ ഇതുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഞാൻ റിട്ടേൺ കൊടുക്കാൻ നിന്നില്ല. അവൻ ഇതുകൊണ്ട് ഇങ്ങനെ കുട്ടിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നോളൂ. ഈ റെഡൊക്കെ അവൻ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന് ഫെമിലിയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ളത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്ര പ്രോപ്പർ കളറായിട്ട് ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ ആയിപ്പോയി. യെല്ലോ എന്ന് പറയുമ്പം വേറെ എന്തോ ഒരു യെല്ലോ ആയിപ്പോയി. എന്നാലും ഒപ്പിക്കാം, കുഴപ്പമില്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇതിനും ഒരു 100 സംതിങ് റേറ്റ് ഉള്ളൂ. ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾ നമുക്ക് ഷേപ്സും കൂടെ പഠിപ്പിക്കാം. അതുകൊണ്ട് സ്ക്വയറും റെക്റ്റാങ്കിളും സർക്കിളും ട്രയാങ്കിളും എല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ ഷേപ്സും കൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉപകാരം ഈ ഒരു സാധനം കൊണ്ട് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുക്കുവാണ്. ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കും. ഈ സ്റ്റിക്ക് ഇട്ട് നമ്മൾ അതിനകത്തോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. സംഭവം നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഞാൻ പിക്ചറിൽ കണ്ട ആ ഒരു കളറല്ല എൻ്റെ കയ്യിൽ വന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് വിത്ത് പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോർഡാണ്. നമ്മുടെ ഈ ഒരു പസില് പോലെയാണ്. ഇത് നമുക്കെല്ലാം ഊരിയെടുക്കാം, എല്ലാ ലെറ്റേഴ്സും നമുക്ക് ഊരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഐ എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ ഇങ്ങനെ ഇത് പിടിച്ച് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിക്ചർ കാണാം, ഐസ്ക്രീം എന്നുള്ള പിക്ചർ കാണാം. അതുപോലെ ഇവിടെ പി ആയിരുന്നു, പി ഒക്കെ എവിടെ ചാടിപ്പോയി, പി പെൻസില്. അതുപോലെ എ ഫോർ ആപ്പിൾ, എ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആപ്പിൾ ഉണ്ട്. ബി ഫോർ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബോർഡാണ് കേട്ടോ. നല്ലൊരു ബോർഡ് പസിലാണിത് കുട്ടികൾക്ക്. ഇത് പക്ഷേ ഇത് ജോർഡിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത്ര വലിയ നല്ലതൊന്നുമല്ല. ഇവനിത് എറിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നു എറിയുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താലം ഇങ്ങനെ കളിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ എല്ലായിടത്തും ഇങ്ങനെ പറക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ കൂടെ. കാരണം അവനിത് ലെറ്റർ എ ആണെന്ന് മനസ്സിലായിട്ടില്ല, ഇത് സത്യം പസിൽ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതൊക്കെ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. ഒരു 3 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കും. പിന്നെ കൊണ്ട് വെക്കാം, അവർക്കൊരു ക്യൂരിയസ് ആയിരിക്കും ഇത് കാണുമ്പം. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് ഇതുകൊണ്ട് എനിക്ക് ഇതുവരെ യൂസ്ഫുൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് അത്യാവശ്യം ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജോർഡിന് വേണ്ടിയിട്ട് മീഷോയിൽ നിന്നും എഡ്യൂക്കേഷണൽ ടോയ്സ് എന്ന ഒരു കോൺസെപ്റ്റോട് കൂടി ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടോയ്സ് മാക്സിമം വാങ്ങിക്കൊടുക്കുക. ഒരുപാടുണ്ട്, വുഡൻ്റെ ആണെങ്കിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേഷനായിട്ട് ടോയ്സുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുറേ സമയം അവർ അതുമായിട്ട് മുഴുകിക്കോളും. മറ്റേ ബിസി ആയിട്ടുള്ള പാരൻസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള അമ്മയും പപ്പയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ടൈം കൂടെ ഇരുന്ന് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കേണ്ട വരുന്ന പാരൻസിന് ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ ടോയ്സ് വാങ്ങി വെക്കുന്നത് ഒരു ഉപകാരമാകും. കാരണം ഒരു സൈഡിൽ കൂടെ അവർക്ക് പഠിക്കുകയും ചെയ്യാം, എന്നാൽ അവർ അത്രയും സ്ക്രീൻ ടൈം അവിടെ കുറയ്ക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.